ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ KSU പ്രതിഷേധവും മന്ത്രിക്ക് പരിക്കേറ്റതും രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഭരണപ്രതിപക്ഷം. കോൺഗ്രസിന്റെയും CPM-ന്റെയും പ്രതിഷേധ പ്രകടനങ്ങൾ ഇന്നും തുടരും. സംസ്ഥാനത്ത് പലയിടത്തും രാത്രിയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അക്രമ സാധ്യത കണക്കിലെടുത്ത് CPM കോൺഗ്രസ് പാർട്ടി ഓഫീസുകളിൽ വലിയ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ആക്രമണം ഗൂഢാലോചനയെന്ന ആരോപണം ശക്തമാക്കിയിരിക്കുകയാണ് CPM-ഉം. മന്ത്രിയുടെ ആശുപത്രിവാസം നാടകമെന്ന് പരിഹസിച്ച് കോൺഗ്രസും രംഗത്തുണ്ട്. വിവരങ്ങളുമായി അൺഫിലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ മന്ത്രിക്കെതിരെയുള്ള പ്രതിഷേധം വലിയ രീതിയിലാണ് രാഷ്ട്രീയ ആയുധമാക്കുന്നത് ഭരണപ്രതിപക്ഷം. ഇന്നലെ രാത്രി ഏറെ വൈകിയും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ CPM-ന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നിരുന്നു. എന്നാൽ കോൺഗ്രസ് ഏത് രീതിയിലായിരിക്കും ഇനി അങ്ങോട്ട് അതിനെ പ്രതിരോധിക്കുക? ഇന്നലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഈ KSU മന്ത്രിക്കെതിരെ നടത്തിയ ആക്രമണം പ്രതിരോധിച്ച് രംഗത്തെത്തിയിരുന്നു. ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും ഭരണപ്രതിപക്ഷ നീക്കം? അത് തന്നെയാണ്, വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി പാർട്ടി ഓഫീസുകളിലും അത് പാർട്ടി പ്രവർത്തകർ കേന്ദ്രീകരിച്ചുമൊക്കെ നടക്കുന്നത്. വർഗ ബഹുജന സംഘടനകളുടെ പ്രതിഷേധം തന്നെ പറയേണ്ടിയിരിക്കുന്നു വലിയ രീതിയിൽ. കാരണം ഈ സംഭവം ഇന്നലെ വൈകിട്ടോടുകൂടി ഉണ്ടായ സമയം മുതൽ തന്നെ കോൺഗ്രസിൻ്റെ പ്രകടനങ്ങൾക്ക് നേരെയും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയുടെ ആ ബാനറുകളും തോരണങ്ങളും ഒക്കെ തന്നെയും കത്തിച്ചു കളയുന്നു, വലിച്ചു കീറി ആ രീതിയിലുള്ള ഒരു അക്രമ സംഭവങ്ങളാണ് CPM-ന്റെ DYFI പ്രവർത്തകരുടെയൊക്കെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നത്. തിരിച്ച് കോൺഗ്രസും വലിയ രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്നു. പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെ എത്തുന്നു. ഈ പ്രധാനമായും കോൺഗ്രസ് പ്രതിരോധിക്കുന്നത് ഈ മന്ത്രി വീണ ജോർജിൻ്റെ അടുത്തേക്ക് KSU പ്രവർത്തകർ പോകുന്നതിൻ്റെ യാതൊരു ദൃശ്യങ്ങൾ പോലും പുറത്തു വന്നിട്ടില്ല. മാത്രവുമല്ല, മന്ത്രി വീണ ജോർജിൻ്റെ കൈക്ക് പരിക്കേറ്റുന്നത് അതിനു മുമ്പ് നടന്നൊരു പരിപാടിയിലും ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു ആരോപണമാണ്, ശക്തമായ ഒരു ആരോപണമാണ് പ്രതിപക്ഷം കോൺഗ്രസ് കൊണ്ടുവരുന്നത്. ഇത് വെറും ഒരു ഗൂഢാലോചനയാണ്, ഇതൊരു നാടകമാണ് എന്ന രീതിയിൽ പരിഹസിക്കുകയാണ്. ഇത് ഈ രാഷ്ട്രീയമായി തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ അതിനെ വലിയ രീതിയിൽ ആയുധമാക്കി മാറ്റുകയാണ് CPM എന്ന രീതിയിലുള്ള ഒരു പ്രതിരോധ കവചമാണ് കോൺഗ്രസ് തീർത്തിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഓഫീസുകൾക്ക് പാർട്ടി ഓഫീസുകൾക്ക് നേരെ തെരഞ്ഞെടുപ്പ് ജാഥകൾക്ക് പ്രകടനങ്ങൾക്ക് നേരെ നടത്തുന്ന ഈ പ്രതിഷേധമൊക്കെ CPM-ന്റെ ഈ പ്രതിഷേധമൊക്കെ വളരെ ശക്തമായി തന്നെ ചെറുക്കുകയാണ് കോൺഗ്രസ്. അത് വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ്. അതും കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്നലെ രാത്രിക്ക് വിവിധ ഇടങ്ങളിലാണ്, അതായത് പലയിടങ്ങളിലും പരസ്പരം പോരടിക്കുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു. അതായത് രണ്ട് വിഭാഗക്കാരും പ്രവർത്തകരൊക്കെ തന്നെ ഈ തെരുവിലിറങ്ങുന്ന പ്രവർത്തകരൊക്കെ തന്നെ പലയിടത്തും പ്രതിഷേധവുമായി രംഗത്ത് വന്നു. തലസ്ഥാനത്ത് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ്. ഈ കന്റോൺമെൻറ്റ് ഹൗസിലേക്കൊക്കെ പ്രതിഷേധവുമായി നടത്താൻ CPM DYFI പ്ലാൻ ചെയ്തിരുന്നു. അതിനുശേഷം DYFI അത് സെക്രട്ടേറിയറ്റിലേക്കൊക്കെ മാറ്റുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട സ്ഥലം ഇന്നലെ സെക്രട്ടേറിയറ്റ് നടയിലും രക്തസാക്ഷി മണ്ഡപത്തിലും പാളയത്തും ഉടനീളം തന്നെ ഇന്നലെ വൈകിട്ടോടുകൂടി തലസ്ഥാനത്ത് പലയിടങ്ങൾ വിവിധ കേന്ദ്രങ്ങളിലും വലിയ രീതിയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ നടന്നു. അത് പ്രതിരോധിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരും രംഗത്തിറങ്ങുന്ന കാഴ്ച നമ്മൾ പലയിടത്തും വ്യാപകമായി കാണുകയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ CPM-ൻ്റെയും അതോടൊപ്പം കോൺഗ്രസിൻ്റെയൊക്കെ പാർട്ടി ഓഫീസുകളിൽ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിലായാലും പ്രാദേശിക കേന്ദ്രങ്ങളിലായാലും ഇടങ്ങളിലൊക്കെ ആയാലും സാധ്യതയുള്ള അക്രമത്തിന് സാധ്യത, പ്രത്യേകിച്ച് കണ്ണൂരിലൊക്കെ തന്നെ നമ്മളിത് കണ്ടതാണ്. ഇന്നലെ മുതൽ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്കോ ക്രമസമാധാന തകർച്ചയിലേക്കോ പോകാതിരിക്കാനുള്ള എല്ലാ സുരക്ഷാ സംവിധാനം ഇതിൻ്റെ ഭാഗത്തോടുകൂടി ആഭ്യന്തര വകുപ്പ് ഒതുക്കിയിട്ടുണ്ട്. അൺഫിലിറ്റ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയ പ്രതിഷേധമാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസ്, മറുഭാഗത്ത് CPM. നമുക്കറിയാം, ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് ഔദ്യോഗിക വസതിയിലേക്ക് റീത്ത് വെച്ച് പ്രതിഷേധിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അത്തരത്തിലുള്ള പ്രതിഷേധത്തെ എതിർക്കുമ്പോൾ ഇന്നലത്തെ KSU പ്രതിഷേധത്തെ വലിയ രീതിയിൽ പ്രതിരോധിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് KPCC അധ്യക്ഷനും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവൊക്കെ വലിയ രീതിയിൽ, കാരണം ഈ മന്ത്രിക്കെതിരെ അത്തരത്തിലൊരു ആക്രമണം KSU-ന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല, ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് എന്ന് പറഞ്ഞ് പ്രതിരോധിക്കുന്നു. പക്ഷേ CPM അതിനെ വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമാക്കുമ്പോൾ എങ്ങനെയായിരിക്കും അതിനെ രാഷ്ട്രീയമായി തന്നെ ആയിരിക്കില്ലേ കോൺഗ്രസും പ്രതിരോധിക്കുക? ഉറപ്പായും അത് തന്നെയാണ്. അതായത് ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ രാഷ്ട്രീയമായ പ്രതിരോധ കവചം കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. കോൺഗ്രസ് വാദിക്കുന്നത് ദൃശ്യങ്ങളിലൊന്നും തന്നെയും ഈ CPM പറയുന്നത് പോലെ മന്ത്രിക്ക് നേരെ ഒരു കയ്യേറ്റ ശ്രമം നടത്തുന്ന ദൃശ്യങ്ങളൊന്നും കാണുന്നില്ല. മന്ത്രിയുടെ അടുത്തുപോലും KSU പ്രവർത്തകർ പോയിട്ടില്ല. മാത്രമല്ല, ദൃശ്യങ്ങൾ കാണുന്നത് നേരെ വിപരീതമാണ്. മന്ത്രി ഈ പ്രവർത്തകരെ ആക്രോശിക്കുന്ന ദൃശ്യങ്ങളാണ് ചാനലുകളിലൊക്കെ തന്നെ ഇന്നലെ വൈകിട്ട് തത്സമയമായി സംപ്രേഷണം ചെയ്തത്. അപ്പോൾ മന്ത്രി ആക്രോശിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഈ പ്രവർത്തകർ ആരും തന്നെ മന്ത്രിയുടെ അടുത്ത് പോയിട്ടില്ല. കാരണം ഈ
പ്രതിപക്ഷ നേതാവ് പറയുന്നത് 5 or 6 KSU പ്രവർത്തകർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതേസമയം 20-ലധികമോ അല്ലെങ്കിൽ 20ഓളമോ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ, പോലീസ് സെക്യൂരിറ്റിയുടെ സംവിധാനങ്ങൾക്ക് നടുവിലായിരുന്നു മന്ത്രി നിന്നത്. കോൺഗ്രസ് ആരോപിക്കുന്നത് ഈ കഴുത്തിന് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ മന്ത്രിയെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച സെക്യൂരിറ്റി മന്ത്രിയുടെ ഗാർഡിൽ നിന്ന് തന്നെയാണ്, പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നോ സുരക്ഷാ ഉദ്യോഗസ്ഥരിൽ നിന്നോ തന്നെ ഈ പരിക്ക് പറ്റിയിട്ടുണ്ടാകാം എന്നൊരു സംശയം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ മന്ത്രിയെ പരിഹസിച്ച്, മന്ത്രി ഒരു കലാകാരിയാണ്, സ്കൂൾ കാലത്ത് നടത്തിയ മിമിക്രിയും മോണോ ആക്റ്റും ഒക്കെ ഇവിടെ അവതരിപ്പിക്കുന്ന രീതിയിൽ കണക്കറ്റ് പരിഹസിച്ച് കോൺഗ്രസ് വൃത്തങ്ങളൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലൂടെ ഉടനീളം തന്നെ കോൺഗ്രസ്. മാത്രമല്ല, ഈ കൈക്ക് പരിക്കേറ്റു എന്ന് പറയുമ്പോൾ പരിപാടിക്ക് മുമ്പുണ്ടായിരുന്ന കയ്യിലെ പരിക്കൊക്കെ തൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ എടുത്താണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ കോൺഗ്രസ് പ്രതിരോധമൊക്കെ തീർക്കുന്നത്. എന്നാൽ CPM ആകട്ടെ ഇതങ്ങനെ അല്ല, ഈ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നത് ഇന്നലെ രാത്രിയോടുകൂടി സ്പീക്കർ AN ഷംസീർ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അദ്ദേഹം റെയിൽവേ സ്റ്റേഷൻ മാധ്യമങ്ങൾക്ക് രാത്രി നൽകിയ ബൈറ്റിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഈ പരിക്ക് എന്നത് യഥാർത്ഥത്തിൽ സംഭവിച്ച പരിക്ക് തന്നെയാണ്, അത് തെളിവുണ്ട്, മാത്രമല്ല വിശദമായ പരിശോധനാ റിപ്പോർട്ട് വരുമ്പോൾ അറിയാൻ പറ്റും. അതായത് ഈ ദൃശ്യങ്ങൾ എവിടെ എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ, വിശദമായ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരും, അപ്പോൾ എല്ലാം വ്യക്തമാകുമെന്ന് CPM ആ രീതിയിൽ തന്നെ ആരോപണം ഉന്നയിക്കുന്നു. അങ്ങനെ ഈ മന്ത്രിക്ക് ഉണ്ടായ പരിക്ക് ഇതൊരു ഗൂഢാലോചനയാണ് എന്ന് CPM വാദിക്കുന്നു. കാരണം CPM പറയുന്നത് നേരത്തെ തന്നെ ഇവർ ആസൂത്രണം ചെയ്തിരുന്നതാണ് മന്ത്രിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാക്കുക. അതിൻ്റെ ഭാഗമായാണ് ഇന്നലെ കണ്ണൂരിൽ കണ്ടത് എന്ന് ആ ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയതാണ്. മാത്രമല്ല, ആ ഗൂഢാലോചന നടത്തിയതും കോൺഗ്രസ് നേതൃത്വം പ്ലാൻ ചെയ്ത ഒരു ഗൂഢാലോചനയാണ്. കോൺഗ്രസ് നേതൃത്വം പ്ലാൻ ചെയ്തത് KSU പ്രവർത്തകരെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഗുരുതരമായ ആരോപണമാണ് CPM. മാത്രമല്ല, CPM ഈ പ്രതിഷേധം സംഘടിപ്പിക്കാൻ സംഭവം ഉണ്ടായപ്പോൾ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കുമ്പോൾ ഇന്നലെ ഈ വൈകിട്ടോടുകൂടി തന്നെ കോൺഗ്രസിൻ്റെ പ്രതിരോധമാണ് ഇത് നാടകമാണ് എന്ന രീതിയിൽ. പക്ഷേ ഇത് അങ്ങനെ അവസാനിക്കുന്നതല്ല. ഈ വിഷയം തെരഞ്ഞെടുപ്പാണ്, തെരഞ്ഞെടുപ്പായതുകൊണ്ട് മന്ത്രി പരിക്കേറ്റ് ICUവിലാണ്. മന്ത്രിയുടെ വിശദമായ പരിശോധനാ റിപ്പോർട്ടും ഒക്കെ തന്നെ ഇന്ന് വരും. അതിനെ രാഷ്ട്രീയമായുധമാക്കി തെരഞ്ഞെടുപ്പിലുടനീളം പോലും, കാരണം ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്യും. ഇന്നലെ CPMൻ്റെ പല കേന്ദ്രങ്ങളും മന്ത്രിമാരുടെ പ്രസ്താവനകൾ കേരളത്തിലെ ചരിത്രത്തിലൊരു വനിതാ മന്ത്രിക്ക് നേരെ ഈ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടില്ല. ഇത് കോൺഗ്രസ് നടത്തി. കാരണം മുഖ്യമന്ത്രി തീർച്ചയായും അത് തന്നെയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ KSU പ്രതിഷേധവും മന്ത്രിക്ക് പരിക്കേറ്റതുമൊക്കെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് പ്രതിപക്ഷം.